ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തേത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഗാർഡനിങ് ഐഡിയ ആണ് കേട്ടോ. അപ്പം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ളൊരു നെറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് വീട്ടിൽ ആവശ്യമില്ലാതെ കിടന്നതാണ്, പിന്നെ അത്യാവശ്യം പഴയതാണ് കേട്ടോ, തുരുമ്പൊക്കെ പിടിച്ചിട്ടുള്ളതാണ്. നമുക്കിനി അധികമൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനതൊരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അതിൻ്റെ എൻഡിൽ ഇതുപോലത്തെ കെട്ടുകമ്പി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് പോരില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അതിങ്ങനെ കെട്ടി കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ റൗണ്ട് ഷേപ്പ് ആക്കാനൊക്കെ വളരെ സിമ്പിളാണ്. പിന്നെ ഇതുപോലത്തെ ഒരു പോട്ടിലാണ് ഞാനത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോട്ടിൽ ഓൾറെഡി മണ്ണിട്ടിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഈ ഒരു ഹോളുണ്ടല്ലോ, അതിൽ പോട്ടി മിക്സ് നിറച്ച് കൊടുക്കണം. അപ്പം ഞാൻ ഫുള്ളായിട്ട് പോട്ടി മിക്സ് നിറക്കണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ പോട്ടി മിക്സായിട്ട് ചാണകപ്പൊടിയും അതുപോലെ സാദാ മണ്ണും മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു നെറ്റിൽ മൊത്തമായിട്ട് ഇത് നിറച്ച് കൊടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഐഡിയ ഉണ്ടാക്കാൻ. പക്ഷേ ഇത് ഉണ്ടാക്കി വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. നമുക്കധികം പൈസ ചിലവും വരുന്നില്ല, ടൈമും പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു നെറ്റിൽ ഫുള്ളായിട്ട് പോട്ടി മിക്സ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത്. ഇനിയിപ്പം അതിലോട്ട് സെറ്റ് ചെയ്യാനുള്ള പ്ലാന്റ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ അതിൽ ഈ ഒരു വാണ്ടറിങ് ജൂ ആണ് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അതുപോലെ പല ടൈപ്പിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പം ഇതൊരു ടയറിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് അധികം അങ്ങോട്ട് സംരക്ഷണമൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് നന്നായിട്ട് തിക്കായിട്ടും ഒക്കെ പെട്ടെന്ന് വളർന്ന് കിട്ടുന്നൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. ഈ ഒരു പ്ലാന്റ് വെച്ചിട്ട് നമുക്ക് പല ഐഡിയാസും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്ലാന്റാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു നെറ്റിൻ്റെ ഈ ചെറിയ ചെറിയ ഹോൾസുകൾ കാണുന്നില്ലേ, അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വല്ലാണ്ട് ഇതാക്കൊന്നും വേണ്ട, ജസ്റ്റ് പ്രസ് ചെയ്താൽ മണ്ണിൽ പെട്ടെന്ന് തന്നെ അത് അമർന്നിരുന്നോളും. അപ്പോൾ ഈ ഒരു നെറ്റ് മൊത്തമായിട്ട് ഈ പ്ലാന്റ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇതിങ്ങനെ വെച്ച് കൊടുത്ത് നല്ല രീതിയിൽ ഹാങ്ങായിട്ടും അതുപോലെ തിക്കായിട്ട് വരുമ്പോൾ ഇതൊരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. പിന്നെ വല്ലാണ്ട് ഇങ്ങനെ ഹാങ്ങാക്കുന്നതിലും നല്ലത് നമ്മൾ ഹാങ്ങായി വരും തോറും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആയിരിക്കും ഇതിൻ്റെ ഭംഗി ശരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു നെറ്റ് മൊത്തമായിട്ട് ഇത് പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇനിയും ഈ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ വന്നാലേ ഇതിൻ്റെ ശരിക്കുള്ള ഭംഗി അറിയുള്ളൂ. ഇപ്പോൾ തന്നെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഒരു വാണ്ടറിഞ്ചു മരം എന്നൊക്കെ പറയാം. നല്ല രസമുണ്ട് ഇത് കാണാൻ. പിന്നെ ഇത് വളരെ സിമ്പിളാണല്ലോ ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ, കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം വളരെ സിമ്പിളായിട്ടാണ്. പിന്നെ അധികം ഐറ്റംസ് ഒന്നും വേണ്ടി വരുന്നുമില്ല. അപ്പോൾ ചെടികളെയും അതുപോലെ ഇങ്ങനത്തെ ഐഡിയാസുകളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എല്ലാ കമൻസുകളും അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.